എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. സുജ ആർ മോഹൻ അവരെ കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അടിപൊളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റൊരു വ്യക്തിയും കൂടി അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു, പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ കൂടെ കണ്ടു. അതിനുശേഷം സുജ ആർ മോഹൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മക്കളെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂട്യൂബില് ടീച്ചറമ്മയ്ക്കെതിരെ കുറേ വീഡിയോസ് പ്രചരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അവർ DGPക്ക് പരാതി കൊടുക്കാൻ പോകുന്നു, ഡിഫേമേഷൻ കേസ് കൊടുക്കാൻ പോകുന്നു, എന്നെ അപമാനിച്ച ആളുകൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ യൂട്യൂബില് സുജാർ മോഹൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ഒരുപാട് പേര് വന്നിട്ട് ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടു. സംസ്ഥാന പോലീസ് മേധാവിക്ക് ടീച്ചർമാർ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. അതുപോലെ യൂട്യൂബിന്റെ അതോറിറ്റിക്ക് ആരൊക്കെയാണ് വീഡിയോ ഇട്ട് അവരുടെ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ യൂട്യൂബ് അതോറിറ്റിക്ക് അതിന്റെ ഫോർമാലിറ്റിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്യായം ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോയിൽ കയറിയിട്ട് ഒരു കമന്റ് ഇടാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും സബ്സ്ക്രൈബർ ഓൺലി മോഡ്, മെമ്പർ ഓൺലി മോഡ്, പൊതുജനങ്ങൾക്ക് കമന്റ് ചെയ്യുവാനുള്ള സൗകര്യം എൻ്റെ ഈ വീഡിയോയിൽ ലഭ്യമല്ല. നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ട് വേണമെങ്കിൽ കമന്റ് ഇട്ടോ, ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. അപ്പൊ ഞാൻ അതിന്റെ തൊട്ട് താഴെയുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ ഒരു കമന്റ് ഇട്ടു. കമന്റ് ഇവിടെ കാണാം. അപ്പൊ അങ്ങനെ കമന്റ് ഇട്ടു. കമന്റ് ഇട്ട സമയത്ത് ടീച്ചർ ആ കമന്റ് ഒരു വിത്തിൻ 5 minutes ടീച്ചറിന്റെ ടീം ആ കമന്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, അമ്മച്ചി മറ്റേ വീഡിയോയിലെ കമന്റ് ഒന്ന് ഓൺ ആക്കാമോ? നിങ്ങൾ 10 പൈസ തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പൈസ തന്നിട്ട് കമന്റ് ഇടേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് വളർന്ന ആളുകൾ, അവര് ഞാൻ ചെയ്യുന്ന ഭയങ്കര നേട്ടമാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ അല്ലേ, നമുക്കിവിടെ കുറെ പേരെയൊക്കെ അറിയാം, വലിയ വലിയ മന്ത്രിമാരെയൊക്കെ സ്വാധീനിച്ച് അവരുടെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്ത സ്ത്രീകളെയും അറിയാം, പുരുഷന്മാരെയും അറിയാം. അവരൊക്കെ തട്ടിപ്പായിരുന്നു പറഞ്ഞ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന പല ആളുകളെയും നമുക്കറിയാം. അപ്പൊ ഈ തട്ടിപ്പ് നടത്തിയിട്ട് അത് ഞാൻ ചെയ്തത് ഭയങ്കര സമൂഹ സേവയാണ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു സംഭവമാണ് ശരിക്കും പറയുന്ന ഈ മാനിഫെസ്റ്റേഷനൊക്കെ. സ്യൂഡോ സയൻസ് ആണ്, കപടശാസ്ത്രമാണ്. ശാസ്ത്രീയമായിട്ട് ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോരുത്തരും എഫർട്ട് എടുത്തും കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ളത്. ഒരു KFC വാങ്ങാൻ ഗതിയില്ലാത്ത ടീച്ചർ ഇന്നിവിടെ ഇരിക്കുന്നത് ടീച്ചറിന്റെ എഫർട്ട് തന്നെയാണ്. പറഞ്ഞു പറ്റിക്കാൻ ഒരു പ്രത്യേക എഫർട്ട് ഉണ്ടാവണം നമുക്ക്, എന്നാലേ നമുക്ക് പ്രത്യേകം കഴിവ് വേണം. മറ്റൊരു മനുഷ്യനെ, നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് പറ്റിക്കണമെങ്കിൽ നമുക്ക് കഴിവും, അവന് കഴിവ് കേറുള്ളതുകൊണ്ടല്ല, അവൻ ആ വിശ്വാസം നമ്മളിൽ അർപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് അവനെ പറ്റിക്കാൻ പറ്റുന്നത്. അത് വേറൊരു വശം. പിന്നെ ഓവർ പോസിറ്റിവിറ്റി, എല്ലാ കാര്യവും അങ്ങോട്ട് നടക്കും. നീ ആ ട്രെയിനിന്റെ മുന്നിലോട്ട് ചാടിക്കോടാ, ട്രെയിൻ അവിടെ പിടിച്ചു നിർത്താൻ നിനക്ക് പറ്റും എന്ന് പറയുന്ന പോസിറ്റിവിറ്റിയൊക്കെയാണ് ഇവർ തള്ളിക്കയറ്റി കൊടുക്കുന്നത് അണ്ണാക്കിലോട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെ വിമർശിക്കുന്ന നമ്മൾ ആരാണ്? നെഗറ്റീവ് ഓളികൾ, നെഗറ്റിവിറ്റി. അവരെയൊക്കെ കണ്ടു കഴിയുന്ന, ഓരോരുത്തരുടെ കമന്റൊക്കെ കണ്ടു കഴിയുന്ന മഹാന്മാരായ മനുഷ്യർ അതിൻ്റെ അത് കമന്റ് ചെയ്യുന്നുണ്ട്. അവനൊക്കെ ഭയങ്കര നെഗറ്റീവാണ് ടീച്ചർ, അതിൻ്റെ അകത്തൊന്നും നമ്മൾ ഒന്നും പറയാൻ പോകേണ്ട ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറെ ആളുകൾ അവിടെ ഇരുന്ന് കമന്റ് ചെയ്ത് അങ്ങ് തള്ളുന്നുണ്ട്. 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഇവർ കോഴ്സിന്റെ ഫീസായിട്ടൊക്കെ വാങ്ങുന്നത്. വൻ ഫീസുകൾ വാങ്ങിയിട്ട് 1999, 2000, 3000, 5000 ഒക്കെ വാങ്ങിയിട്ട് കപട ശാസ്ത്രം അത് പഠിപ്പിക്കലാണ് ഇവരുടെ പരിപാടി. അതിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ ഡിഫേമേഷൻ കേസ് കൊടുക്കുന്നു. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ഡിഫേമേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡിഫേമേഷൻ കേസ് എന്ന് പറയുന്നാലേ കോടതിയിൽ കൊണ്ട് കൊടുക്കണം. നിങ്ങൾക്കിനി 1 കോടി രൂപയാണ് നിങ്ങളുടെ അഭിമാനത്തിന്റെ വിലയെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ അപമാനിച്ചു എന്നാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഈ 1 കോടി രൂപയുടെ 11% ആദ്യം കെട്ടിവെക്കണം. 11 ലക്ഷം രൂപ കെട്ടിവെക്കണം. എന്നിട്ട് കേസ് നടത്താൻ വേണ്ടി അങ്ങോട്ട് വരണം. അവിടെ വെച്ച് ഞങ്ങൾ ചോദിക്കും. ഈ പറയുന്നത് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്കെതിരെ വീഡിയോ, അതുകൊണ്ട് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. ഞാനും ചോദിക്കും, അല്ലാതെ മറ്റ് ബാക്കിയുള്ള ആളുകളും ഒക്കെ ചോദിക്കും, ഇത് നിങ്ങൾക്കൊന്ന് തെളിയിച്ചു തരാമോ? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടൊന്ന് മഴ പെയ്യിച്ചു തരാമോ? നിങ്ങളുടെ മാങ്ങാത്തൊലി കൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ നടക്കുന്ന ഈ കോടതിയെ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് നിർത്തി വെച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കണം. അതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് വിശ്വസിക്കും, ജഡ്ജിയൊക്കെ വിശ്വസിക്കും. അപ്പൊ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല, നിയമപരമായിട്ട് അത് തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ശാസ്ത്രീയമായിട്ട് തെളിവുകളെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ തെളിയിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി ഡിഫേമേഷൻ നിൽക്കണമെങ്കിൽ വേറൊരു കാര്യമുണ്ട് ടീച്ചറെ. നിങ്ങൾ അപമാനിച്ചെന്ന് പറയണം. എവിടെ വന്ന്, എന്ത് ചെയ്തിട്ട്, എങ്ങനെ അപമാനിക്കണം? നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞ വീഡിയോയെ എടുത്ത് റിയാക്ഷൻ ചെയ്തതും ക്രിറ്റിസിസം ചെയ്തതും നിങ്ങൾ പറയുന്നത് പക്ക ഉടായിപ്പാണെന്ന് പറഞ്ഞതും ഒരിക്കലും അപമാനമാകത്തില്ല. കാരണം പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സൈഡിൽ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആർട്ടിക്കിൾ 51AH എന്ന് പറയുന്ന ഒരു പൗരന്റെ മൗലികമായ ധാർമ്മികമായ ഭരണഘടനാപരമായ ബാധ്യത
മറ്റൊരു സൈഡിൽ നിൽക്കുന്നു. അതെന്താണെന്ന് ടീച്ചർക്ക് അറിയാമോ? ശാസ്ത്ര അവബോധം വളർത്തുക എന്നുള്ളതാണ്. മറ്റേത് മറിച്ചതും ഈ മാനിഫെസ്റ്റേഷനും മാങ്ങാത്തരിയും ഒക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ സംസാരിച്ച് കാട് കയറി കുറെ ആളുകളെ പോസിറ്റിവിറ്റിയുടെ ഹൈ ഡോസസ് കൊടുത്തിട്ട് അവർക്ക് ഡോപ്പമിൻ കിക്ക് ഉണ്ടാക്കി അവരെ ഭ്രാന്തന്മാരാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇത് ശാസ്ത്രീയമായ വലിയൊരു സ്യൂഡോ സയൻസിന്റെ കാറ്റഗറിപ്പെട്ട വലിയൊരു തട്ടിപ്പാണ്. അത് തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരന്റെ ധാർമ്മികമായ മൗലികമായ അവകാശം കൂടിയാണ്. അത് പറയാതിരിക്കുന്നതും അത്തരത്തിൽ ഉഡായിപ്പ് കാണിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയുടെ വരെ ലംഘനമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് തുറന്നു പറയുന്ന ഞങ്ങൾക്കെതിരെ നിങ്ങൾ DGP എടുക്കെ പോയിട്ട് എന്താ കാര്യം? അദ്ദേഹം ജനങ്ങളെ സ്വത്തും സമ്പത്തും ജീവനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സേനയുടെ തലപ്പത്തിരിക്കുന്ന ആളാ. നിങ്ങളുടെ ഈ ഓവർ പോസിറ്റിവിറ്റിയും ഓവർ കോൺഫിഡൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് കാരണം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും ആരൊക്കെ എവിടുന്നൊക്കെ വാഷ് ഔട്ടായി പോയിട്ടുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. എന്തായാലും ഗതിയില്ലാത്ത ആളുകൾ, ഒരവസ്ഥ ഇല്ലാത്ത ആളുകൾ, മാനസിക ദൗർബല്യമുള്ള ആളുകൾ, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ, ഇങ്ങനെ ലക്ഷോപലക്ഷം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഈ ഇരകളെ പിടിക്കുന്നത്. ആ പാവങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളൊരു KFC വാങ്ങി തിന്നാൻ ഗതിയില്ലാതെ അലഞ്ഞു നടന്നിട്ട് പല മെന്റേഴ്സിന്റെയും പിന്നാലെ ലക്ഷങ്ങൾ കോഴ്സ് ഫീസുകൾ കൊടുത്തിട്ട് പഠിച്ച് പറ്റിക്കാൻ പഠിച്ച ഒരു വ്യക്തിയാണെന്ന്. പറ്റിക്കാൻ പഠിച്ച വ്യക്തി. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ പറ്റിക്കലാണ്. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരാൾ ഒരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവർ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടെത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ കഴിവായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആ രീതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്യൂഡോ സയൻസിനെ വളർത്തിയാണ്. വെറുതെ ഇരുന്ന് മഴ പെയ്യാൻ ആഗ്രഹിച്ചാലും ലോട്ടറി അടിക്കാൻ ആഗ്രഹിച്ചാലും അത് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ ഡിഫമേഷൻ കേസൊക്കെ കൊടുത്തിട്ട് ഞങ്ങളൊക്കെ വരാന്നേ, നമുക്ക് അവിടെ വെച്ച് മാനിഫെസ്റ്റേഷൻ തെളിയിക്കാം. ടീച്ചറിന്റെ അക്കൗണ്ടിൽ എത്ര പേരെ പറ്റിച്ച പണമുണ്ട്, എത്ര പേര് നിങ്ങൾക്കെതിരെ വരും, അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എത്ര പേർക്ക് നിങ്ങളുടെ ഈ പരിപാടി കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര പേരെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കമന്റ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് പബ്ലിക്കായിട്ട് വരണ്ടേ. അല്ലാതെ സബ്സ്ക്രൈബർ മോഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 10 പൈസ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. എന്തിനാ ഡിലീറ്റ് ചെയ്യാനും? വേറെ പണി വല്ലതും നോക്ക്. ഈ ജനറേഷനെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് നിങ്ങളുടെ സ്യൂഡോ സയൻസുകളെക്കാളും വിരൽ തുമ്പിൽ ടെക്നോളജി ഉള്ള അറിവുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ ജനറേഷൻ ഡെവലപ്പ് ആവുന്നത്. പറ്റിച്ചു നിന്നിട്ട് നാണം വരുന്നില്ല നിങ്ങൾക്ക്? നാണം. വീണ്ടും വീണ്ടും പറ്റിക്കുന്നതിനെ വിമർശിക്കുന്നവരെ വന്നിട്ട് അവർക്കെതിരെ ഡിഫമേഷൻ കേസൊക്കെ കൊടുക്ക്. ഒരു പ്രൈവറ്റ് സ്യൂട്ടൊക്കെ ഫയൽ ചെയ്യും. കുറച്ച് കാശൊക്കെ അങ്ങനെങ്കിലും സർക്കാരിന് കിട്ടട്ടെ. അപ്പൊ നമുക്ക് കാണണം തീർച്ചയായിട്ടും. അപ്പോ ഇത്തരം തട്ടിപ്പിലൊന്നും പോയി പെട്ട് ആരും പണം കളയരുത്. ഇതൊക്കെ പക്ക ഉടായിപ്പാണ്. അല്ലെങ്കിൽ അവർ അത്രയും കോൺഫിഡൻസ് ആയിട്ട് അത്രയും ഭയങ്കര പവറായിട്ട് സംസാരിക്കുന്നവർ എന്തിന് കമന്റ് ഓഫ് ചെയ്ത് വെക്കണം? എന്തിന് പബ്ലിക്കായിട്ട് ഇടുന്ന കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയണം? വായിക്കട്ടെ ജനങ്ങൾ. എത്ര പേരാ കമന്റുകളിൽ ഉടായിപ്പാണെന്ന് പറഞ്ഞേക്കുന്നത് ഇവര്. ആർക്കൊക്കെ എതിരെ നിങ്ങൾ ഡിഫമേഷൻ കൊടുക്ക്. കേരളത്തിലെ ഓൾമോസ്റ്റ് വിവരമുള്ള എല്ലാവർക്കും എതിരെ നിങ്ങൾ ഡിഫമേഷൻ കൊടുക്കണം. കാര്യം വിവരമുള്ളവരെല്ലാവരും ഇതിനെ എതിർക്കുന്നുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അപ്പോ നമുക്ക് കാണണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആ ടീച്ചർക്കും ടീച്ചറുടെ ടീമിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം കത്തിച്ചേക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇത്തരം തട്ടിപ്പിനൊക്കെ എതിരെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ശാസ്ത്രാവബോധം വളർത്താനാണ് ഗൈസ്? സോ ഷെയർ ഇറ്റ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ. ടേക്ക് കെയർ.